ഹലോ, വെൽക്കം ബാക്ക്. നമസ്കാരം. കല്യാണം മുടക്കി, വിവാഹം മുടക്കി എന്നൊക്കെ നമ്മൾ കുറെ കേൾക്കാറുണ്ട് അല്ലെ? പക്ഷെ ഇത് മുടങ്ങാനുള്ള കാരണം ഈ കാലഘട്ടത്തിൽ എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഈ വിവാഹം മുടങ്ങിയ യുവാക്കളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ആളുകളും കുറ്റപ്പെടുത്തുന്നത് ആരെയാണ്? യുവാക്കളെയാണ്, അല്ലെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തും. അങ്ങനെയാണ് കല്യാണം മുടങ്ങിയത് എന്ന് പറയും. പക്ഷെ അതൊന്നും അല്ല യാഥാർത്ഥ്യം. ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു വിഷയം. പക്ഷെ എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഒരു പരിധി വരെ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് പോവാണ്. അങ്ങനെ ആ യുവാവ് ആ പെൺകുട്ടിയെ കാണുന്നു. ആ യുവാവ് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. പക്ഷേ ആ പെൺകുട്ടിയോട് യുവാവിനെ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയോട് ഓപ്പണായിട്ട് സംസാരിക്കുകയാണ്. ഇഷ്ടമായോ, നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രണയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഓപ്പണായിട്ട് പറയണം. ഞാൻ നിങ്ങളെ രക്ഷിതാക്കൾ എന്തെങ്കിലും വിവരം അറിയിക്കൂല. ഞാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. ഇതൊക്കെ ചെറുപ്പക്കാർ പറയുന്നുണ്ട്. പക്ഷെ പെൺകുട്ടി പറയുന്നുണ്ട്, ഓക്കെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആ യുവാവ് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടുകാരെ അവരെ വന്ന് കാണുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അവിടെ പോയിട്ട് അന്വേഷിക്കുന്നു. അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നിശ്ചയവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നിക്കാഹിന്റെ തലേ ദിവസമാണ് ഈ പെൺകുട്ടി വീട്ടുകാരോട് തുറന്നു പറയുന്നത്, എനിക്ക് വേറൊരാളായിട്ട് പ്രണയത്തിലാണ് എന്നുള്ളത്. അപ്പോഴേക്ക് യുവാവ് ഡ്രസ്സ് വരെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടാവും നിക്കാഹിന്റെ തലേ ദിവസം. അപ്പൊ അതായത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് വീട്ടുകാരറിഞ്ഞാൽ എങ്ങനെയാവും റിയാക്ട് ചെയ്യുക എന്നുള്ളത് ഈ പെൺകുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് പേടിച്ചിട്ടാണ് അവർ ഇത്രയും കാലം വരെയും ഈ ഒരു സംഭവം പറയാണ്ടിരിക്കുന്നത്. പക്ഷെ ചില പെൺകുട്ടികൾ നിക്കാഹിന്റെ മുമ്പ് പറയുന്നുണ്ട്, ചില പെൺകുട്ടികൾ നിക്കാഹിന് ശേഷം പറയുന്നുണ്ട്, ചില പെൺകുട്ടികൾ കല്യാണത്തിന് ശേഷം പറയുന്നുണ്ട്. പക്ഷെ ഇവിടൊക്കെ ആരാണ് പ്രതിയായിപ്പെടുന്നത്? ഈ യുവാക്കളുടെ ഭാവി ഇതോടുകൂടി ഇല്ലാണ്ടാവുക. കാരണം ഒരു നിക്കാഹ് കഴിഞ്ഞ യുവാവ് അല്ലെങ്കിൽ നിക്കാഹ് ഉറപ്പിച്ച യുവാവിന്റെ കല്യാണം മുടങ്ങിയാൽ പിന്നെ അദ്ദേഹം വേറൊരു യുവതിയെ കാണാൻ പോകുന്ന സമയത്ത് ആ യുവതിയുടെ വീട്ടുകാരുടെ അന്വേഷണം വരുമ്പോ ഈ ചെറുപ്പക്കാരന്റെ നാട്ടിലുള്ള ആളുകൾ എന്താ പറയുക, അവന്റെ ഒരു കല്യാണം മുടങ്ങിയതാണ്. അപ്പൊ ആളുകൾ എന്ത് തെറ്റിദ്ധരിക്കും, ഇവന്റെയൊക്കെ എന്തോ ഒരു വലിയൊരു പ്രശ്നമുണ്ട്, അങ്ങനെയാണ് ഈ കല്യാണം മുടങ്ങിയത് എന്നുള്ളതാണ് ആളുകൾ തെറ്റിദ്ധരിക്കുക. പക്ഷേ ഇത് മുടങ്ങാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഈ മുടക്കിയ ആളുകൾ ആരും അന്വേഷിക്കാനും പോകാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിലൊക്കെ നമുക്ക് എന്താണ് ഒരു പരിഹാരം, ഇതിൽ നിന്ന് നമുക്ക് നമ്മളെ മക്കളെ എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ ഇപ്പോൾ അടുത്തൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഒരു +1 +2 പഠിക്കുന്ന കുട്ടികളോട് ആ ഒരു ആങ്കർ ചോദിക്കാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പാന്റെ കയ്യിൽ നിന്നോ ഉമ്മാന്റെ കയ്യിൽ നിന്നോ ഒരു മുത്തം കിട്ടിയിട്ട് എത്ര കാലമായി? കുട്ടികൾക്കൊന്നും ഇത് ഓർമ്മ തന്നെയല്ല. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അവർക്കിതൊന്നും അറിയുന്നല്ല. അപ്പോ കുട്ടികൾ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന ഭാഗത്തേക്ക് കുട്ടികൾ പോകും എന്നുള്ളതാണ്. അതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കണം. പക്ഷെ വെറും സ്നേഹം മാത്രം കൊടുക്കുക എന്നുള്ളതല്ല, തെറ്റും ശരിയും എന്താണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പഴയ കാലത്തൊക്കെ ഒരു മലപ്പുറം ഒരു പഴഞ്ചൊല്ലുണ്ട്, തോളോട് തോള് ചേർന്ന ചങ്ങായി എന്ന് പറയും. അതുപോലെ മക്കൾ വളർന്നു വന്നു കഴിഞ്ഞാല് അവരോട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ അടിച്ചിട്ട് ഉപദേശിക്കുക എന്നുള്ള ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. കച്ചിട്ട് മക്കൾ പറയാം, എനിക്കിപ്പോ 2 അടി ഇട്ടിക്കഴിഞ്ഞാൽ ആ അടിയോടൊരു തീരുമാനമായി. പക്ഷെ നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ നല്ല രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് ചെറിയ പ്രായത്തിൽ തൊട്ടന്നെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട്സാക്കി മാറ്റുന്നവരെ അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ മക്കളെ കൊണ്ടുനടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂട്ടുകാരന്മാരോട് പറയുന്ന മാതിരി രക്ഷിതാക്കളോട് അവർ പറയും. അത് പറയാനുള്ള ലെവലിൽ നമ്മളെ മക്കളെ വളർത്തി കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരോട് വന്ന് പറയുമ്പോൾ അവരെ തല്ലാനും പിടിക്കാനും നിൽക്കാതെ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധമാണെങ്കിൽ, ചിലപ്പോൾ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തന്നെ ആയിരിക്കാം, ക്ലാസ് എന്ന് പറയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളായിരിക്കാം, ഓക്കെ, ചിലപ്പോൾ അവരെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ അവരെ കൂടെ പഠിക്കുന്നവരായിരിക്കാം. ഒരുവിധം പറ്റുകയെന്നുണ്ടെങ്കിലൊക്കെ പ്രായമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങളെ രക്ഷിതാക്കളുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു അപാകത തോന്നുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അതിന് എന്ത് വേണം, നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മളെ മക്കളെ സ്നേഹിക്കണം. ഒരു സ്നേഹം മാത്രമല്ല കേട്ടോ, അത് ഉപദേശത്തിന്റെ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മളെ മക്കളെ സ്നേഹിക്കാന്നുണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് നമ്മളോട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും എന്നുള്ളതാണ്. അങ്ങനെ തെറ്റെന്താണ് ശരി എന്താണ് എന്നുള്ളത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഒരു പരിധി വരെ മക്കൾക്ക് മനസ്സിലാവും. നമ്മൾ അവരെ ഉപദേശിക്കുമ്പോൾ തച്ചിട്ടോ വളച്ചിട്ടോ എന്തെങ്കിലും ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. നല്ല രീതിയിൽ മക്കളെ ഉപദേശിച്ചാൽ അവർ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ അവർക്ക് വഴിവിട്ട ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ലഹരി മരുന്ന് ലഹരിയൊക്കെ ആളുകൾ
ഈ ഒരു കാലഘട്ടത്തില് പല മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മാതാപിതാക്കൾ പലതും അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മാതാപിതാക്കൾ നമ്മളെ മക്കളെ നമ്മുടെ കൂട്ടുകാരന്മാരെ നമ്മൾ കൊണ്ടു നടക്കാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പ്രായം കഴിഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെയും കൂടെ കൂട്ടണം. ഇപ്പൊ ഒരു ടൗണിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോവാണ്, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിലേക്ക് പോവാണ്, എങ്ങനെ പോവാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ മക്കളെ നമ്മളെ മക്കളെ നമ്മൾ കൂടെ കൂട്ടണം. അവരിതൊക്കെ ഒന്ന് കണ്ട് വളരട്ടെ, നമ്മുടെ നന്മ അവരൊന്ന് കാണട്ടെ. നമുക്ക് ഏതെങ്കിലും മേഖലയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും മക്കളൊന്ന് അറിയണം. അപ്പൊ മക്കൾ അതിനനുസരിച്ച് വളരും എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ മക്കൾക്ക് ഉണ്ടെങ്കിൽ അവരോട് അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ അറിയുമ്പോൾ നമ്മളെ മക്കളെ ഉപദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരത് അംഗീകരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ടച്ചിട്ടോ പിടിച്ചിട്ടോ ഈ ഒരു കാലത്ത് ഒന്നും നേടാൻ പറ്റുന്നില്ല. മക്കളുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റം